വെള്ളാപ്പള്ളി നടേശനുമായി കൂട്ടുകൂടിയതു മുതൽ BJPക്ക് തലവേദനയാണ് എന്നതാണ് മുരളി ഗ്രൂപ്പുകാരുടെ പരാതി. സെക്കൻഡ് വെച്ച് കാലുമാറിക്കൊണ്ടിരിക്കുന്ന നടേശ ഗുരുവിന്റെ ഏർപ്പാട് രാഷ്ട്രീയത്തിൽ കുഴപ്പമുണ്ടാക്കും എന്നതാണ് അവരുടെ പേടിയും. എന്തായാലും ഏറ്റവും ഒടുവിൽ CPIMനോട് പോലും സ്നേഹമേയുള്ളൂവെന്നുകൂടി തട്ടിവിട്ടത് BJPക്കാരെ നന്നായി ചൊടിപ്പിച്ചു. ഒടുവിൽ വെള്ളാപ്പള്ളി മൂന്നാം മുന്നണിയുടെ താക്കോൽ സ്ഥാനത്തെ ഇരിപ്പിന് യോഗ്യമായ നിലയിൽ പെരുമാറാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും BJPയുമൊത്തുള്ള മുന്നേറ്റം ഗംഭീരമാണെന്ന് പ്രഖ്യാപിക്കാൻ മുരളീധരന്റെ ഉപദേശം കേട്ട് മൂന്നാം മുന്നണിയുടെ താക്കോലായ വെള്ളാപ്പള്ളി അങ്ങനെ രണ്ടും കൽപ്പിച്ചിത രംഗത്തെത്തി. ആശാനെ യഥാർത്ഥത്തിൽ BJPയുമൊത്തുള്ള ഏർപ്പാട് വിജയകരമായിരുന്നോ? 100% വിജയകരം. കാരണം ഇത് ഇത്രയും വിജയിക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരാൾ പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. എടാ മരുന്ന് ഡപ്പിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണോ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താടാ? BJP ആയിട്ട് ചേർന്ന് വളരെ ശക്തമായ ഒരു പ്രചരണം നടത്തുവാനും അതിലൂടെ വലിയൊരു മാറ്റം അത് രണ്ടു കൂട്ടർക്കും. കാരണം ഈ കാറ്റ് എങ്ങനെ നിൽക്കുന്നുവെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതെ, അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. BJPയും പലയിടത്തും SNDP യൂണിയൻ തലത്തിലുള്ള അല്ലെങ്കിൽ ശാഖാതലത്തിലുള്ള പ്രവർത്തകരുമായി ചേർന്ന് ജോയിന്റ് ആയിട്ടും ഈ BJPയുടെ കൊടിയും SNDPയുടെ കൊടിയും കൂട്ടിക്കെട്ടിയും ഒറ്റയ്ക്ക് കെട്ടിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു വെക്കുക. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളെല്ലാം തമ്മിൽ എന്നെ ഇപ്പോൾ മുരളീധരൻ വിളിച്ചിരുന്നത് ഇങ്ങനൊരു വാർത്ത കേട്ടുവെന്ന് പറഞ്ഞ് ഇന്നയാൾ വിളിച്ചു. ഞാൻ അന്തം വിട്ടുപോയി. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് എപ്പിയില്ലേ? ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൂർണ്ണ സംതൃപ്തരാണ്. പ്രത്യേകിച്ചും BJPക്ക് ഇതിന് മുമ്പൊന്നും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയൊരു മുന്നേറ്റം ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചാനലിൽ കൂടി ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചാനലിൽ കൂടി മുരളിനെ എന്നെ കൂടെ തമ്മിൽ തല്ലിക്കരുത്. മുരളിയുടെ പാട്ടിന് പോട്ടെ, ഞാൻ എന്റെ പാട്ടിന് പോട്ടെ. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. ഒരു പാർട്ടിയായിട്ടും BJP ആയിട്ടൊന്നല്ല, ഒരു പാർട്ടിയായിട്ടും ഒരു ധാരണ ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല. താഴത്തെ ഘടകങ്ങളിൽ അവർ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, BJP ആയിട്ടും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അപ്പൊ അതുകൊണ്ടൊരു BJP ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ BJPയെ തള്ളി പറഞ്ഞു അല്ലെങ്കിൽ ഇടിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള ഹെഡ്ലൈൻ പ്ലേസ് കൊടുക്കരുത്. നമുക്ക് ഒരു മീഡിയ എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കുന്നതിനകത്തും പറയുന്നതിനകത്തും ഒരു പരസ്പരം നമുക്കൊരു മാന്യതയും മര്യാദയും സത്യങ്ങളും ഉണ്ടാകണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ഹോംവർക്ക് ഇല്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഹോംവർക്ക് ഇല്ലാതെ പോയി ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആ ഹോംവർക്ക് തമ്മിൽ വ്യത്യാസമാണ്. ഹോംവർക്ക് ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് സ്കീം ചെയ്ത് മുമ്പോട്ട് പോയാലേ ആ വർക്ക് ശരിയാവുള്ളൂ. അങ്ങനെ BJPക്കാർ ഞങ്ങളോട് ചർച്ച ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് തെറ്റ് പറയാനൊക്കെ. കാരണം ഞങ്ങൾ SNDPക്കാർക്ക് അങ്ങനെ പാർട്ടിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കിയെങ്കിൽ ആ വിവരം ഞങ്ങളോട് ചർച്ച ചെയ്തിരുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ തെറ്റായിപ്പോയി എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു തെറ്റും പറയാനൊക്കെ. അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത പ്രാവശ്യം പറയും ഈ CPMുമായിട്ട് എനിക്കൊരു വണക്കമില്ല എന്ന് ഉടനെ തട്ടും. ഉടനെ തട്ടിക്കുമ്പോൾ പറയും ഇവരിപ്പോ കാര്യം മാറി. ഇങ്ങനെയൊന്നും എന്റെ പോലെ കാരണം തന്ത്രം. കഴിഞ്ഞ ദിവസം ഒരു പണി വെച്ചണ്ട ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ് CPMുമായിട്ട് നമുക്കൊരു വണക്കമില്ല, SNDPക്ക് ആരോടും വണക്കം എന്തിനാ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കാഴ്ച എന്താണ് ഞാൻ കാര്യം മാറി, ഇപ്പൊ CPMിലേക്ക് മാറി. അപ്പം ഞാനിങ്ങനെ ഒരു കാലുമാറ്റ വീരനാണെന്ന് കാണിക്കാമെന്ന് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ഈ വയസ്സാം കാലത്ത് ഞാനൊരു നിറവില്ലാത്തവനും നിലപാടില്ലാത്തവനൊന്നും ആക്കി
നിങ്ങൾ പറയുന്നത്. എനിക്ക് ശക്തമായ നിലപാടുണ്ട്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഒരു പാർട്ടിയായിട്ടും BJP ആയിട്ടൊന്നല്ല, ഒരു പാർട്ടിയായിട്ടും ഒരു ധാരണ ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. ഇതാണ് സ്ഥിതി. ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ തന്നെ മാറ്റിക്കളയുന്ന പ്രത്യേകതകൾ ഏറെയുള്ള സ്വഭാവം. അല്ലെങ്കിലും വെള്ളാപ്പള്ളി BJPക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. എന്തായാലും വെള്ളാപ്പള്ളി മൂലം വീർപ്പുമുട്ടിക്കഴിയുന്ന ചില സമുദായ സ്നേഹികളുണ്ട്, ബിജു രമേശിനെ പോലുള്ളവർ. സമുദായത്തിന് ഞങ്ങളൊക്കെ വീർപ്പ് മുട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങളെ ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ ഇതിനെടുത്ത് BJP എന്ന് പറയുന്ന ഈ മോഡി സർക്കാർ ഇത്രയും അവർക്ക് ഗ്ലാമർ ഉണ്ടായിരുന്നപ്പോൾ ആ ഗ്ലാമർ തകർക്കണതിന് വേണ്ടി എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് അറിയില്ല. ഇന്ന് തന്നെ BJPക്കെതിരെ മോശമായി സംസാരിച്ചിരിക്കുന്നു. അവർക്ക് അത് കാരണം വെള്ളാപ്പള്ളിക്ക് തന്നെ തോന്നി വോട്ട് ചിലപ്പോൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വോട്ട് BJPക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ബർഡൻ നേരെ കൊണ്ടുവന്ന് മുരളീധരൻ്റെ തലയിലേക്ക് വെക്കാൻ, മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിലേക്ക് വേണ്ടി മുൻകൂട്ടി ഏത് കാര്യം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി കിട്ടിയാൽ അതെല്ലാം എൻ്റെ ക്രെഡിറ്റ്, കിട്ടാതെ പോയതെല്ലാം BJPയുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മയും മുരളീധരൻ്റെ പ്രസിഡന്റിൻ്റെ പോരായ്മയുമായിട്ട് നേരത്തെ തന്നെ പുള്ളി ഇന്ന് ഡെക്കൻ ക്രോണിക്കിലൊക്കെ ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അത് മുൻകൂട്ടി ചെയ്തിരിക്കുന്നൊരു മുൻകൂട്ടി ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും എൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടാതെ പോയതെന്ന് കാണിക്കാനാണ്. വെള്ളാപ്പള്ളി പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ നല്ലൊരു ശതമാനം വോട്ട് BJPക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാര്യം ഒരുപാട് പേര് BJPയിൽ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നവർ വോട്ട് ചെയ്യാതെ പോയി. BJPക്ക് പറ്റിയ സമീപകാലത്ത് പറ്റിയ അവർക്ക് ഏറ്റവും വലിയൊരു അബദ്ധമായിട്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശന് കൈ കൊടുത്തത്, മകന് കൈ കൊടുത്തതുമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളിയെ കുരുക്കിലാക്കാനാണ് ബിജു രമേശനും കൂട്ടുകാരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിടവേള കഴിഞ്ഞ് പലപ്പോഴും സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള സ്വാമി സോപ്പ് ഉപയോഗിക്കാറേ ഇല്ല. സാധാരണ ഉപയോഗിക്കുന്ന പയറ് പൊടിയാണ്. ഇല്ലെങ്കിൽ പോലും സോപ്പ് ഇല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ തേച്ച് തുടച്ച് ശരീരം ശുദ്ധിയാക്കാറേ ഉള്ളൂ.